ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന IPC പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്കും ശുശ്രൂഷകന്മാരെയും ഉദ്ദേശിച്ചാണ്. നമ്മുടെ സഭ കഴിഞ്ഞ 3 വർഷത്തിലധികമായി ഒരു ഭരണ പ്രതിസന്ധിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാ സഭാജനങ്ങൾക്കും അറിവുള്ളതാണല്ലോ. അതിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സഭ എത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്, ദുഃഖമുണ്ട്. ഇപ്പോൾ IPCയുടെ ഭരണ സമിതി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു സമിതിയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു സത്യമാണ്. എങ്കിലും സഭാജനങ്ങളുടെ ക്ഷമയും അവരുടെ നല്ല മനസ്സും കൊണ്ട് അവർക്ക് ഓഫീസിലിരിക്കുവാനും പ്രവർത്തിപ്പാനും ഒക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇനിയും പ്രതികരിക്കാതിരുന്നാൽ അതിന് നമ്മൾ ഓരോരുത്തരും കുറ്റക്കാരാകും. കേരളത്തിൽ കഴിഞ്ഞ 10-40 വർഷമായി ഈ പ്രസ്ഥാനത്തിനോട് ചേർന്ന് പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇത്രയും ദുഃഖകരമായ ഒരവസ്ഥ ഇതിനു മുമ്പ് ഈ കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒരു സമിതി അഥവാ നിയമപരമായി തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു സമിതിയാണല്ലോ ഇന്ന് ഭരിക്കുന്നത്. അവരെടുത്തുകൊണ്ടിരിക്കുന്ന ചില നടപടികൾ അങ്ങേയറ്റം ഖേദകരവും അങ്ങേയറ്റം വളരെ തെറ്റായിട്ടുള്ള നിലപാടിലുമാണെന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. കുറേ നാളുകളായി ഈ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. എന്നെ ധാരാളം ശുശ്രൂഷകന്മാരും മുതിർന്ന വിശ്വാസികളും ഈ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് വിളിച്ച് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു രമ്യത ഉണ്ടാക്കി ഒരു സമാധാനം ഈ സഭയിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് പല പ്രിയപ്പെട്ടവരെന്നോട് ടെലഫോണിലൂടെയും നേരിട്ടും ചോദിക്കുകയുണ്ടായി. ഞാൻ അവരോട് വളരെ ഖേദത്തോടെ അങ്ങേയറ്റം ദുഃഖത്തോടെ പറഞ്ഞു, ഞാനല്ല, ആര് വിചാരിച്ചാലും ഇന്ന് ഈ ഭൂമിയിൽ ആ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ പാസ്റ്റർ വത്സൻ എബ്രഹാം അവറുകൾ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അദ്ദേഹം അതിന് തയ്യാറല്ലെങ്കിൽ പിന്നെ ഈ പ്രസ്ഥാനം ഇങ്ങനെ കുത്തഴിഞ്ഞ് ഒന്നുമില്ലാതെ പോകുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് പോകും എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. പാവപ്പെട്ട ദൈവദാസന്മാര് വിശ്വാസ സമൂഹത്തെക്കാൾ ഏറ്റവും അധികം പ്രയാസത്തിലും ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്നത് ദൈവദാസന്മാരാണ്. അവരെ സംബന്ധിച്ച് 10, 20, 30, 40 വർഷമായി ഈ പ്രസ്ഥാനത്തിനു വേണ്ടി നിന്ന് അവരുടെ ജീവിതം ഒരു നിലയിൽ അവരെ കെട്ടിപ്പടുത്ത പ്രിയപ്പെട്ടവരാണ് അവർ. വളരെയേറെ കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ച് അങ്ങനെയുള്ളവരെയൊക്കെ വളരെ ദുഃഖത്തിലേക്ക്, വേദനയിലേക്ക് ആഴ്ത്തുന്ന സംഭവങ്ങളാണ് ഈ നാളുകളിൽ നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയമപരമായി വന്ന ഒരു സമിതി കാര്യങ്ങൾ കുഴപ്പങ്ങൾ കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവരുടെ മുകളിലും സസ്പെൻഷൻ എന്നുള്ള ഒരു വാറോലയുമായി വന്നിരിക്കുകയാണ്. ഇതിനെയൊക്കെ നമ്മൾ വളരെ ശാന്തമായിട്ട് നാം അറിഞ്ഞിട്ടുള്ള സത്യത്തിന് വിരുദ്ധമായി നീങ്ങാതെ വളരെ സ്നേഹത്തോടും സംയമനത്തോടും കൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിനന്ദിക്കുന്നു. എന്നാൽ നിയമപരമായ പല നടപടികൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആശ്വസിക്കാൻ ഒരു വകയുള്ള കാര്യം, നിയമപരമായി തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ദൈവം കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദൈവം ഈ വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു അറുതി ദൈവം കൊണ്ടുവരാതിരിക്കത്തില്ല. ഈ രീതിയിൽ എന്നും മുന്നോട്ട് പോകുവാൻ ദൈവം സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ
പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള സഭാജനങ്ങളോടും ദൈവദാസന്മാരോടും ഒരു മുതിർന്ന അംഗമെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും നിങ്ങളാലാകുന്ന നിലയിൽ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ അനാത്മീയ നിലയിലല്ല, ആത്മീയമായ നിലപാട് നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അതിന് മുന്നോട്ട് വരണമേ എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്ക് ഈ സമയത്ത് പറയുവാനുള്ളത്. നമുക്ക് ആരുടെയും കൂടെ ഏതെങ്കിലും ഒരു നമുക്ക് നമ്മുടെ പ്രസ്ഥാനം, നമ്മൾ പണം കൊടുത്ത്, നമ്മൾ അധ്വാനിച്ച്, നമ്മളുണ്ടാക്കിയ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട കടമ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കുള്ളതാണെന്നുള്ള കാര്യം ഞാനൊന്ന് വ്യക്തമാക്കുവാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുത്തുകൊണ്ട്, വിശേഷാൽ ഇന്ന് കേരള സ്റ്റേറ്റ് കൗൺസിൽ വിളിച്ചു കൂട്ടിയിട്ടുള്ള ആ കൗൺസില് ഏറ്റവും നല്ല നിലയിൽ നടക്കുവാൻ എല്ലാ അംഗങ്ങളും അതിൽ സംബന്ധിച്ച് അതിൽ കൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർപ്പിക്കുവാനുള്ളത്. അതിന് നിങ്ങളെ ഉത്സാഹിപ്പിക്കുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുവാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതിൽ എനിക്ക് ഖേദമുണ്ട്, ദുഃഖമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വിഷയത്തിന് വേണ്ടി പ്രത്യേകാൽ സഭകളിൽ പ്രാർത്ഥന യോഗങ്ങൾ നടത്തുകയും ഒപ്പം ഇതിൻ്റെ മറ്റ് നിയമപരമായ നടപടികൾക്ക്, ഇതിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ പോക്കിന് വേണ്ട നിലയിൽ നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കാലുകൾ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ഒരുക്കി ചലിപ്പിക്കണമേ എന്നുള്ള വിനയമായ അപേക്ഷയോടെ ഞാൻ ഈ ഫേസ്ബുക്ക് ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു.